ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫെസ്റ്റിവലാണ്. ഷാർജ ഹെറിറ്റേജ് ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റോള ബേർഡ്സ് ആൻഡ് അനിമൽ മാർക്കറ്റിൻ്റെ ഒക്കെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ ഒക്കെ മ്യൂസിയമിലെ ആ റോഡില്ലേ, കോർണിഷ് റോഡ്, അതുകൂടെ പോകുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ എൻട്രൻസ് കിട്ടും. അപ്പോൾ 2-3 എൻട്രൻസുകളുണ്ട്. ലാസ്റ്റ് ഇയർ ഒന്നും ഇത്ര വാസ്റ്റായിട്ട് ഏരിയയിൽ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഒരുപാട് ഇവിടെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു കലാപരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഈ ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് അല്ലെങ്കിൽ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ എന്നാണ് അവരിതിന് പറയുന്നത്. ഈ ഷാർജയുടെ പൈതൃകം, അതാണ് പണ്ട് മുതലുള്ള ഷാർജയുടെ പൈതൃകമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഷാർജയിലുള്ള എമറാത്തീസിൻ്റെ ഇതിപ്പോൾ ഈ പരിപാടി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ എന്താ പറയുക, ഷാർജയിലെ എല്ലാ ഏരിയയിലും നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ നമുക്ക് കാണാം ഈ ഷാർജയിലുള്ള എമിറേറ്റ്സിലുള്ള ഒരുപാട് ലോക്കൽസിനെ കാണാം. നമുക്ക് അവരുടെ തനതായ പഴയ രീതികളും പഴയ ഡാൻസും പഴയ കൾച്ചറും കാര്യങ്ങളും എല്ലാമാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഷാർജ ആദ്യം ഇതിൻ്റെയൊക്കെ പേരുണ്ടായത് ഷാർജ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ, ഇപ്പോൾ ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ അടിച്ചാൽ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. എക്സാക്റ്റ് റോളയിലാണ് ഈ പരിപാടി. ഇതിൻ്റെ മെയിൻ ഇവൻറ്റ് നടക്കുന്നത് എക്സാക്റ്റ് റോളയിലാണ്. പിന്നെ ദെയ്തിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചറിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കലാപരിപാടി ഈ രീതിയിൽ, അതായത് ജെൻസും ലേഡീസും ഒരുമിച്ചിട്ടുള്ളത്. സാധാരണ ഇവരുടെ പ്രോഗ്രാംസിലൊന്നും ജെൻസിന് വേറെ ലേഡീസിന് വേറെ, ജെൻസും ലേഡീസും ഒരുമിച്ചിട്ടുള്ളത് എക്സാക്റ്റ് റോളയിലാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഒരുപാട് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കയറിയ എൻട്രൻസിൻ്റെ കാര്യമാണ് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ വേറെ ഒരു വലിയൊരു തുറസായ സ്ഥലം, ഈ ഏരിയകളൊന്നും കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുണ്ടായിരുന്നു. അവിടെയൊക്കെ പണി നടക്കുന്നത്. ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഇത് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഫ്രീ എൻട്രി ആണ് കേട്ടോ, ഫാമിലിക്ക് ഫ്രീ എൻട്രി ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറേ കലാപരിപാടികൾ കാണാം നമുക്ക്. ഒരു ഒരു ഈവനിങ് ഈ വീക്കെൻഡ് നിങ്ങൾക്ക് ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട് ഒരു 5 മണി 6 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് 2 hours 3 hours അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ കുറച്ച് ക്ലാസിക് കാർ കളക്ഷൻസ് ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഇതുപോലത്തെ ഒരു സ്റ്റോൾ പോലെ ആ സ്റ്റോളിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. സോ ഇത് ഓരോ കൺട്രീസിൻ്റെ ഒരു പവലിയൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവരുടെ ഫ്ലാഗ് വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് അപ്പുറത്തായിട്ട് സൗദിയുടെ ഫ്ലാഗിൻ്റെ ഇത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൺട്രീസ് പരമായി അങ്ങനെ പവലിയൻസ് ഉണ്ട് തോന്നുന്നു. പിന്നെ ഇത് വേറൊരു കലാപരിപാടി, ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. സംഭവം കുറച്ച് നേരം ഇങ്ങനെ കണ്ടു, വാച്ച് ചെയ്തു, രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന കലാപരിപാടികളും കാഴ്ചകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതല്ലാതെ കുറേ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നമ്മൾ ലേറ്റായിട്ടാണ് പോയത്. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്, ഈ പരിപാടി നടക്കുമ്പോൾ വരാറുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ മുന്നത്തെ വർഷങ്ങളിലത്തൊക്കെ ഹെറിറ്റേജ് ഡേയ്സിൻ്റെ മോസ്റ്റ്ലി വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം പോവാണ്. 1 വട്ടം 2 വട്ടമൊക്കെ നിങ്ങൾക്ക് പോവാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് കുറേ ഫുഡിൻ്റെ സ്റ്റോൾസ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ കിഡ്സിന് കളിക്കാനുള്ള കുറേ ഗെയിംസിൻ്റെയും അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ സ്റ്റോളുകളാണ്. പിന്നെ എല്ലാം ഇവർ പിന്നെ എന്താ പറയുക നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വാസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഉണ്ട്. അതുകൊണ്ട് എന്താ നമുക്ക് വല്ലാതെ തിരക്കറിയില്ല. മറ്റേത് കഴിഞ്ഞ വർഷം ഒരു ഏരിയയിൽ തന്നെ ചെറിയൊരു സ്പേസിലെല്ലാം കൂടി വെക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം സ്പ്ലിറ്റായി പോയിക്കാണ്. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറേ വന്ന് പർച്ചേസ് ചെയ്യാം. ഡ്രസ്സും അതും ഇതും അനിമൽ ബേർഡ്സിൻ്റെയും ഒക്കെ അങ്ങനെ കുറേ ഷോപ്പുകൾ, രസമാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് ഇവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡുകളുണ്ടല്ലോ, ലോക്കൽസ് എമിറാത്തീസിൻ്റെ ആ ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡിൻ്റെ സ്റ്റോളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മാരിടൈം ഹെറിറ്റേജ് ആണ്. അറിയാലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പണ്ട് ഈ എന്താ പറയുക മുക്കുവന്മാരായിരുന്നല്ലോ. അപ്പോൾ അവരുടെ രീതികളും കാര്യങ്ങളും, കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന കാര്യങ്ങളും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല നെയ്യുന്ന കാര്യങ്ങളും കുറേ പേര് അവിടെ ഇരുന്ന് വല നെയ്യുന്നത് കാണാം. അങ്ങനെ അവരെ പഴയ ഇതാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരെ കിണറാണ് ഈ കാണുന്നത്. അവിടെ കുറച്ച് അറബ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ അറബ്സ് തന്നെയാണ്. അനിമൽസ് ഉണ്ട്, പശുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പശുവിൻ്റെ ഒക്കെ ഏരിയയിൽ പശുവിനെ കണ്ടില്ല. പക്ഷേ പശുവിനെ ഉപയോഗിച്ചിട്ട് അവർ വെള്ളം കെട്ടുന്നത് കോരുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാൽക്കൺ, പിന്നെ അവരുടെ മജ്ലിസുകൾ, കൈമ എന്ന് പറയില്ല നമ്മൾ, ഇതൊക്കെ അവരുടെ കിണറാണ്, കുഞ്ഞ് കിണറാണ്. രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ.
കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാനും രസമാണ്. ഇങ്ങനെയായിരുന്നു ഇവർ പണ്ടത്തെ കാലത്ത്. അങ്ങനെയുള്ള ഒരാളുകളാണ് ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ആയി ഇവർക്ക്, ഇത്രയും എന്താ പറയുക, ഇത്രയും ഫ്ലറിഷ്ഡായി അവർ, ഇത്രയും എന്താ പറയുക ഡെവലപ്ഡ് കൺട്രിയായി മാറി. അത്ഭുതം തന്നെയാണ്. ഇതെന്ന് പറയുന്നത് അവർ തൈരും മോരൊക്കെ അല്ല, ബട്ടർ മിൽക്ക് ഉണ്ടാക്കുകയാണ്. എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അവിടെയുള്ള ആൾ എനിക്ക് അവർ അറബിയിലാണ് പറയുന്നത്, എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അവിടെയുള്ള ആൾ ഇംഗ്ലീഷ് പറഞ്ഞു, പിന്നെ മനസ്സിലായി ഇത് ബട്ടർ മിൽക്കാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. തൈരും മോരൊക്കെ ഇങ്ങനെ ആട്ടിയിട്ടാണ് അവരുണ്ടാക്കുന്നത്. പിന്നെ കുറേ ഫുഡിൻ്റെ സ്റ്റോളുകളാണ്. പിന്നെ കുറേ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതൊക്കെ രാജ്യത്തെ എന്നുള്ളത് നമുക്കറിയൊന്നുമില്ല. രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. കുറേ കണ്ടിരുന്നു, കുറേ നടന്നു. പിന്നെ ഇങ്ങനെ ഈ ഫുഡിൻ്റെ സ്റ്റോളുകൾ ഇങ്ങനെ നടക്കുക തന്നെയാണ്. പല വിലയുടെ സാധനം 10 ദിർഹംസിൻ്റെ ഉണ്ട്, 15 ദിർഹംസിൻ്റെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടതൊക്കെ ഈ കലാപരിപാടികൾ നടക്കുന്ന ഏരിയയാണ്. തിരക്കുണ്ട്. കുറേ പേർക്ക് അറിയില്ല, പക്ഷേ കുറേ പേർക്ക് അറിയാം ഈ കാര്യങ്ങൾ. അറിയുന്ന മോസ്റ്റ്ലി അറബ്സാണ്. പിന്നെ ഇവിടെ ഷവർമ, സാൻഡ്വിച്ച്, അങ്ങനത്തെ കുറേ കടകളുണ്ട്. കുറേ ലുക്കൈമാത്ത് അറിയാലോ. ലുക്കൈമാത്ത് എവിടെ വന്നാലും നമ്മൾ മലയാളീസ് വാങ്ങിച്ച് കഴിക്കുന്നില്ല. മലയാളീസ് എന്നല്ല, മോസ്റ്റ്ലി എല്ലാവർക്കും ലുക്കൈമാത്ത് ഇഷ്ടമാണ്. ഇത് റോളനെ കുറിച്ച്, റോള ട്രീ ആണ് ഈ കാണിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് കാണിക്കുന്ന റോള ട്രീ ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ പണ്ടത്തെ ഷാർജയുടെ ഹൈ ഡെവലപ്ഡ് ഏരിയ എന്നൊക്കെ പറയുന്നത് റോളയായിരുന്നു. പണ്ട് ഞാനൊക്കെ വന്ന സമയത്ത് ഇവിടെ എല്ലാ സാധനങ്ങളും ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയത് റോളയിലാണ്. ഇപ്പോഴാണ് എല്ലാം മാറിപ്പോയത്. ഇപ്പോൾ റോളൊക്കെ ഏകദേശം ഒന്നൊന്ന് ഉറങ്ങിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്മെൻ്റൊക്കെ വേറെ സ്ഥലങ്ങളിലോട്ട് മാറി വന്നല്ലോ ഡെവലപ്മെൻ്റൊക്കെ. അപ്പോൾ ഇതൊക്കെ അവരെ ഫുഡിൻ്റെ കൗണ്ടേഴ്സാണ്. ഫുള്ളി ഈ കൗണ്ടേഴ്സിലെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്ന ഫുഡ് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഹോം മെയ്ഡ് ഫുഡ്സ്, പാസ്ത ഉണ്ട്, അതുണ്ട്. പിന്നെ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ചുറൂസ് അത് ഇതൊക്കെ ഉണ്ട്. എന്താ പറയുക, കുറേ ഫാസ്റ്റ് ഫുഡിൻ്റെ പേരൊക്കെ മക്കൾക്ക് അറിയുള്ളൂ. പിന്നെ അതേ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ച് എവിടെയും ഈ ലുക്കൈമാത്ത് കണ്ടാൽ വാങ്ങിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. ഇഷ്ടമാണ്. നല്ല തിരക്കുണ്ട്. ലോക്കൽസിനെ നമുക്ക് ഒരുപാട് കാണാം. എനിക്ക് തോന്നുന്നു ഈ പരിപാടി ഷാർജ ഹെറിറ്റേജ് ഡേയ്സിൻ്റെ പരിപാടി എടുക്കുമ്പോഴത്തെ ലോക്കൽസിന് മൊത്തം ഇൻവിറ്റേഷൻ പോകുന്നുള്ളതാണ്. പിന്നെ അവിടുന്ന് ഞാൻ ലൈഫിലായതായിട്ടാണ് കൊഷറി പിന്നെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ കൊഷറി അത് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അതവരെ പഴയ വീടുകളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ കുറേ അറബ് ചെക്കന്മാർ ഇരുന്നിട്ട് കാവുണ്ടാക്കിയിരുന്ന് കുടിക്കുന്നത്, അതൊരു അതിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അവരെ വടി കയ്യിലുണ്ട്, മണ്ണിലിരുന്നിട്ട് അവർ കാവുണ്ടാക്കുന്നു, അടുപ്പ് കത്തിക്കുന്നു, കുടിക്കുന്നു. അവരെ പൈതൃകം കാണിക്കുകയാണ്. അവരെ പഴയ രീതികൾ ഇങ്ങനെയായിരുന്നു എന്ന് കാണിക്കണം. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ കൊശരി വാങ്ങുന്ന ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഈജിപ്ഷ്യൻസിൽ ഹസ്ബൻഡ് പറഞ്ഞു കൊശരി ഈജിപ്ഷ്യൻ റൈസ് മാത്രമല്ല, അതിൽ നൂഡിൽസും റൈസും കടലയും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചപ്പം പറഞ്ഞു അതിന് എന്തൊക്കെ ഒരു സോസൊക്കെ കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ സംഭവം കഴിച്ചു, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഷാർജ ഹെറിറ്റേജ് ഡേയ്സിലോട്ട് എല്ലാവരും ഫാമിലിയായിട്ട് പോവുക, ഫ്രീ എൻട്രി ആണ്, കാണുക, എൻജോയ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.